എന്തായാലും ഇന്ന് ഈ KSRTC-കളിൽ വനിതകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമൊക്കെ എടുത്തിരുന്നു. അത് ആദ്യം ഓർഡിനറി സർവീസുകളിലായിരിക്കുമെന്നൊരു സൂചന. അത് എന്നാൽ എല്ലാ സർവീസുകളിലും ഈ സൗജന്യ യാത്ര ഉറപ്പാക്കിയാൽ ഒരു മാസം 120 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നാണ് സൂചന. ഈ KSRTC നഷ്ടത്തിലേക്ക് ഇങ്ങനെ കൂപ്പുകുത്തുന്ന ഒരു കാലത്ത് 120 കോടി രൂപയുടെ നഷ്ടം സഹിച്ച് സൗജന്യ യാത്ര അനുവദിക്കണമോ എന്നുള്ള ചോദ്യം മന്ത്രിസഭാ യോഗം തീർച്ചയായിട്ടും ആലോചിക്കും. അതേസമയം പൊതുജനങ്ങൾക്കും ഇതിനകത്തൊരു അഭിപ്രായം കാണും എന്ന കാര്യത്തിൽ സംശയമില്ല. ആ അഭിപ്രായം കൂടി സംസ്ഥാന മന്ത്രിസഭ തേടേണ്ടതുണ്ട്. കാരണം നികുതി പണം നൽകുന്ന നികുതിദായകന് തീർച്ചയായിട്ടും ഈ കാര്യം കേൾക്കുമ്പോൾ അലോസരം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എസ് വിനേഷ് കുമാർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു. വിനേഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ്. ഏതായാലും KSRTC-യിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആദ്യ ചുവടുവെപ്പിലേക്കാണ് ഇപ്പോൾ സർക്കാർ പോകുന്നത്. അതിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഒരു ഉന്നതതല യോഗം വിളിച്ചിട്ടുള്ളത്. ഇതിൽ MD-യും അതുപോലെ തന്നെ കോർപ്പറേഷൻ ED ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കും. മുഖ്യമന്ത്രി നേരിട്ട് തന്നെയായിരിക്കും ഈ ചർച്ച നയിക്കുക എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും KSRTC-യെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് മറികടക്കാൻ എന്ത് വഴികളാണ് എന്നതിൽ സംബന്ധിച്ചുള്ള ഒരു ചർച്ച തന്നെയായിരിക്കും പ്രധാനമായും ഉണ്ടാവുക. അതിനു മുമ്പ് തന്നെ മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് KSRTC MD ഉൾപ്പെടെയുള്ള ആളുകളുമായി ആശയവിനിമയം നടത്തിയിരുന്നു. ഇതിൻ്റെ പിന്നാലെയാണ് ഇങ്ങനെയൊരു ഉത്തരവ്, സർക്കാരിൻ്റെ ഇത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടാകുന്നത്. കാരണം നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രകടന പത്രികയിൽ ഉൾപ്പെടെ KSRTC-യിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറഞ്ഞിരുന്നു. ആദ്യ ക്യാബിനറ്റിന് ശേഷം തന്നെ ഇത് കൃത്യമായി തന്നെ സർക്കാർ ഇത് വാക്കുപാലിക്കുകയും ഇങ്ങനെയൊരു ഉത്തരവ് അല്ലെങ്കിൽ ഇങ്ങനെയൊരു പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ഇത് KSRTC-യിൽ എത്രത്തോളം നഷ്ടമുണ്ടാവും എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. കാരണം ഇത് ഒരു മാസം സൂപ്പർ ക്ലാസ്സുകളിൽ ഉൾപ്പെടെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചു കഴിഞ്ഞാൽ 120 കോടിയോളം രൂപ പ്രതിമാസം നഷ്ടമുണ്ടാവും എന്നാണ് കണക്കുകൂട്ടൽ. ഇതെങ്ങനെ മറികടക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് സർക്കാർ ആലോചിക്കുന്നത്. കാരണം സർക്കാർ ഈ KSRTC-ലെ ജീവനക്കാരുടെ ശമ്പളം, അത്തരത്തിലുള്ള ശമ്പള കുടിശ്ശിക ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ശമ്പളം എങ്ങനെ കണ്ടെത്താൻ കഴിയും എന്നുള്ളൊരു വിഷയം കൂടിയുണ്ട്. നമുക്കറിയാം, എല്ലാ മാസവും ഇവർക്ക് ശമ്പളം കൊടുക്കണമെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് എടുക്കേണ്ട ഒരു അവസ്ഥ ഈ ഗതാഗത വകുപ്പിന് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ മറികടന്നുകൊണ്ട് വരുമാനം KSRTC-യിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓർഡിനറി ബസ്സുകളിൽ ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിൽ ഇത് ഇങ്ങനൊരു പരീക്ഷണം നടത്താം എന്ന് തന്നെയായിരിക്കും സർക്കാർ അങ്ങനെ ഒരു ഘട്ടത്തിൽ ആ ഒരു തീരുമാനത്തിലേക്കായിരിക്കും എത്തിച്ചേരുക. അങ്ങനെ വരികയാണെങ്കിൽ തന്നെ 60 കോടിയോളം രൂപ പ്രതിമാസം നഷ്ടമുണ്ടാവുമെന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഈ സൂപ്പർ ക്ലാസ് ബസ്സുകളിലാണെങ്കിൽ 45% സ്ത്രീകൾ ഇത് ടിക്കറ്റ് റിസർവ് ചെയ്തും മറ്റുമാണ് യാത്ര ചെയ്യുന്നത്. അതെല്ലാം തന്നെ സൗജന്യമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 120 കോടിയോളം എത്തും. പക്ഷേ ഓർഡിനറി ബസ്സുകളിലാണെങ്കിൽ 60 കോടി മാത്രമാണ് നഷ്ടമുണ്ടാവുക. ആദ്യഘട്ടത്തിൽ ഒരു പക്ഷേ 60 കോടി ഈ ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരിക്കും യാത്ര ഉണ്ടാവുക. അതിനുശേഷം സൂപ്പർ ക്ലാസ്സുകളിലേക്ക് ഇത് മാറ്റാനുള്ളൊരു നീക്കം, അല്ലെങ്കിൽ സൂപ്പർ ക്ലാസ്സുകളെ കൂടി ഇതിൻ്റെ ഒരു ഭാഗമാക്കാനുള്ളൊരു നീക്കമായിരിക്കും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുക. എന്തായാലും ഇന്നത്തെ യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള ഉന്നതാധികാര യോഗത്തിൽ ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള മാർഗരേഖ ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.